ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയിലെ ആദ്യ പഞ്ചവത്സര പദ്ധതി ഏത് കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത്? 1951-1956. ഭരണഘടനയുടെ വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. ഭരണഘടനയെ നേരിട്ട് പരാമർശിച്ചിട്ടില്ല. കേന്ദ്ര മന്ത്രിസഭയുടെ പ്രമേയത്തിലൂടെയാണ് രൂപീകരിച്ചത്. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അതെന്നാണ്? 1974-1979. കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. 1951-1956. വ്യവസായ മേഖലയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. 1956, 1956-1961. മൂന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ കാലയളവ്. 1961-1966. പ്ലാൻ ഹോളിഡേ കാലത്ത് നടപ്പിലാക്കിയ കാർഷിക പദ്ധതികളുടെ എണ്ണം. 3. 1966-67, 1967-68, 1968-69. ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഹരിത വിപ്ലവം അതിന്റെ ഉച്ചകോടിയിലെത്തിയത്? നാലാം പഞ്ചവത്സര പദ്ധതി. 1969-1974. ആസൂത്രണ കമ്മീഷൻ എത്ര വർഷം നിലനിന്നു? 65 വർഷം. 1950-2015. ആസൂത്രണ കമ്മീഷൻ നിലവിലുണ്ടായിരുന്നപ്പോൾ എത്ര പഞ്ചവത്സര പദ്ധതികൾ പൂർത്തിയാക്കി? 12 പഞ്ചവത്സര പദ്ധതികൾ. അവസാനത്തെ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? 12-ാം പഞ്ചവത്സര പദ്ധതി. 2012-2017. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലെ ഹരോൾഡ് ഡോർമൻ മോഡൽ ഏതാണ്? സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് നിർണ്ണയിക്കുന്നതിനുള്ള ഒരു സാമ്പത്തിക മോഡൽ. പഞ്ചവത്സര പദ്ധതിയുടെ തുടക്കത്തിന് മുമ്പ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര്? ബോംബെ പ്ലാൻ അല്ലെങ്കിൽ സർദാർ പദ്ധതി എന്നാണ്? 1944. രാജ്യത്ത് മൊത്തം ദേശീയ സന്തോഷ സൂചിക അവതരിപ്പിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 12-ാം പഞ്ചവത്സര പദ്ധതി എന്നാണ്? 2012-2017.